ഈ പ്രപഞ്ചത്തിൻ്റെ അപാര ശക്തനും മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അല്ലാഹു അവൻ്റെ സൃഷ്ടികളും അടിമകളും മക്കളുമായ മനുഷ്യവംശങ്ങളിൽപ്പെട്ടതും ആദ്യ മനുഷ്യരും മനുഷ്യരുടെ ആദി പിതാവും ആദി മാതാവും ആദ്യ ദൂതന്മാരായ ആദമിനോടും ഹവ്വയോടും ഭൂമിയിൽ സൃഷ്ടിച്ച് അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത ഇതും ചെയ്യേണ്ടതുമായ നൂറ് ഉപദേശങ്ങൾ ചെയ്തു. ഉപദേശപ്രകാരം അവരോടും പ്രവർത്തിക്കാനും മക്കൾക്കും പേരമക്കൾക്കും ഉപദേശം ചെയ്യാനും പഠിപ്പിച്ചു. അവർ പഠിപ്പിച്ചത് നന്മയും തിന്മയും 100 വിധം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും അവർ ഉപദേശിച്ചതുപോലെ മക്കളും പേരമക്കളും പ്രവർത്തിച്ചു വന്നു. പല കോടി വർഷങ്ങളായി ഇപ്പോൾ സത്യം അറിയാതെ എല്ലാ തെറ്റുകളും ചെയ്തുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ സത്യമാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നു. പല ജാതി മത രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി കളവ് പറയുന്നു. മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ അല്ലാഹുവിനെ നിഷേധിച്ച് തള്ളി എല്ലാ തെറ്റുകളും ചെയ്യുന്നു. വായ കൊണ്ട്, കണ്ണ്, തല കൊണ്ടും ആംഗ്യം കാണിച്ച് പല തെറ്റുകളും ചെയ്യുന്നു. വായ കൊണ്ട് കളവ് പറയുന്നു, പറയിപ്പിക്കുന്നു. നാവ് കൊണ്ട് അനാവശ്യങ്ങൾ സംസാരിക്കുന്നു. മനുഷ്യ പ്രസവം, വലിയാശുദ്ധി എന്നിവ ഉണ്ടാകുമ്പോൾ സ്ത്രീ പുരുഷന്മാർ ഇണചേരുന്നു. ഇതുപോലെയുള്ള പല തെറ്റായ പ്രവൃത്തികൾ കൊണ്ടും പല രോഗങ്ങളും ഉണ്ടാക്കുന്നു. അവനവനക്കും അവനവൻ്റെ കുട്ടികൾക്കും ഇതുപോലത്തെ നീചപ്രവർത്തനങ്ങൾ കുട്ടികളെ ജനിപ്പിക്കുന്നു. കുട്ടികൾ മാതാപിതാക്കളെ ചീത്ത പറയുന്നു, അടിക്കുന്നു, കൊല ചെയ്യുന്നു. ചെറിയതും വലിയതുമായ അശുദ്ധി ഉണ്ടാകുമ്പോൾ കുളിച്ച് വൃത്തിയാകാതെ നടക്കുന്നു. മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളെ ശത്രുക്കളായ പിശാചുക്കൾ ശരീരത്തിൽ പിടികൂടി മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യവംശങ്ങൾ വൃത്തികെട്ടവരായി നടക്കുന്നതു കാരണത്താൽ മനുഷ്യരെ സഹായിക്കുന്ന സത്യവാന്മാരായ മലക്കുകൾ മനുഷ്യരിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്നു. അതു കാരണത്താൽ പിശാചുക്കൾ മനുഷ്യരിൽ പിടികൂടുന്നു. മനുഷ്യരെ അക്രമങ്ങൾ ചെയ്യുന്നു. കണ്ണുകൊണ്ട് തെറ്റായ നോട്ടങ്ങൾ നോക്കുന്നു. ചെവി കൊണ്ട് തെറ്റായ കാര്യങ്ങൾ കേൾക്കുന്നു. ചെവി കൊണ്ട് തെറ്റായ സംസാരങ്ങൾ കേൾക്കുന്നു. മൂക്കുകൊണ്ട് ദുഷിച്ച വാസനകൾ വാസനിക്കുന്നു. അനാവശ്യ കാര്യങ്ങൾ പലതും ചിന്തിക്കുന്നു. എല്ലാ അംഗങ്ങളെ കൊണ്ടും പല തെറ്റായ പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നു. വൃത്തിയില്ലാത്ത സമയങ്ങളിൽ നഖം മുറിക്കലും തലമുടി വാരലും മുടി കളയലും വെട്ടുകയും ചെയ്യുന്നു. അറിഞ്ഞും അറിയാതെയും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയും സമ്പത്തുകൾ പങ്കുവെക്കുവാൻ വേണ്ടിയും തെറ്റുകൾ ചെയ്യുന്നു. പാവപ്പെട്ടവരെ ആക്രമിക്കുന്നു, അക്രമങ്ങൾ ചെയ്യിക്കുന്നു. ഹൃദയം കൊണ്ടും പലരെയും പല ചതിവഞ്ചനകളും ചെയ്യേണ്ടുന്ന ദുഷ്ടത ചിന്തിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നു. കളവ് പറയുന്നു, കള്ളസത്യം ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. അറിവുണ്ടായിട്ടും സത്യം അറിഞ്ഞുകൊണ്ടും അറിവുകേട് പറയുന്നു, പ്രവർത്തിക്കുന്നു. വയറ്റിൽ ഭക്ഷണം നിറക്കാൻ വേണ്ടി പല തെറ്റുകുറ്റങ്ങളും ചീത്തപ്രവൃത്തികളും ചെയ്യുന്നു. അല്ലാഹുവിനെ സ്തുതിച്ച് ആരാധിക്കുന്നില്ല. മനുഷ്യർ മുൻദ്വാരം പിന്ദ്വാരങ്ങളും മറക്കാതെ നടക്കുന്നു, കിടന്നുറങ്ങുന്നു. മുൻദ്വാരവും പിന്ദ്വാരവും കൊണ്ട് പല തെറ്റുകളും ചെയ്യുന്നു. മനുഷ്യർ പട്ടിനായ മറ്റു മൃഗങ്ങളോടും ഇണചേരുന്നു. ചെറിയതു വലിയതുമായ അശുദ്ധി ഉണ്ടാകുമ്പോൾ കുളിച്ച് വൃത്തിയാക്കാതെ നടക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. പിശാചുക്കളെ സേവിക്കുന്നു, ആരാധിക്കുന്നു. ആൺകുട്ടികൾക്ക് സുന്നത്ത് ചേരാക്രമം മാതാപിതാക്കൾ ചെയ്യുന്നില്ല. സ്ത്രീ പുരുഷന്മാരായ കുട്ടികളെ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകി വൃത്തിയാക്കി നടക്കാൻ പഠിപ്പിക്കുന്നില്ല. അംഗങ്ങൾ മറച്ചു നടക്കാനും സ്ത്രീകളെ അല്ലാഹുവിനെ സ്തുതിച്ച് സ്ത്രീ പുരുഷന്മാർക്ക് അല്ലാഹുവിനെ സ്തുതിച്ച് സ്മരിച്ച് ആരാധിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കുട്ടികൾക്ക് അല്ലാഹുവിന്റെ പേര് വിളിച്ച് ചീത്ത പറയുന്നു. മാതാപിതാക്കൾ കുട്ടികളെ നന്മയും തിന്മയും നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല. കുട്ടികൾ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അല്ലാഹുവിനെയും ചീത്ത പറയുന്നു. മനുഷ്യർ സഹോദര സഹോദരി സ്നേഹമില്ലാത്ത ചീത്ത സംസാരിക്കുന്നു, ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. മനുഷ്യർ മാതാപിതാ സഹോദര സഹോദരി
സ്നേഹമില്ലാത്ത അനീതി അനാചാരക്രമങ്ങളും കൊള്ളയും കൊലയും ചെയ്യുന്നു. കുട്ടികൾ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സഹായം സംരക്ഷണങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. ചീത്ത പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചീത്ത പറഞ്ഞും തല്ലും മടിയും ഉണ്ടാക്കി തെറ്റി നടക്കുന്നു. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും രക്ഷകർത്താവുമായ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ബുദ്ധി വിഗ്രഹ ഫോട്ടോ രൂപാരാധന ചെയ്യുന്നു. മനുഷ്യർ കല്ല്, മണ്ണ്, മരം, പേപ്പർ, മറ്റു പല ഇനങ്ങൾ കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഈ പ്രപഞ്ച ശക്തിന്റെയാണെന്ന് പറഞ്ഞ് അവകളെ ആരാധിപ്പിച്ചുകൊണ്ട് പല തെറ്റുകളും ചെയ്യിപ്പിക്കുന്നു. മനുഷ്യർ കല്ല്, മണ്ണ്, മരം, പേപ്പർ, മറ്റു പല ഇനങ്ങൾ കൊണ്ട് പല രൂപവിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഈ പ്രപഞ്ച ശക്തിന്റെയാണെന്ന് പറഞ്ഞ് അവകളെ ആരാധിക്കുന്നു, പല തെറ്റുകളും ചെയ്യിക്കുന്നു. ഇത്തരം രൂപങ്ങൾക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്ത് അവകളെ വണങ്ങി ആരാധിക്കുന്നു. ഇത്തരം രൂപങ്ങൾക്ക് നേർച്ച, പൂരം, വേല, പെരുന്നാൾ കഴിക്കുന്നു. കൊട്ടും കുഴലും താളമേളങ്ങളും മരുന്നുകളോടെ മറ്റും മനുഷ്യർ കല്ല്, മണ്ണ്, മരം, പേപ്പർ, മറ്റു പല ഇനങ്ങൾ കൊണ്ട് പല രൂപവിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഈ പ്രപഞ്ച ശക്തിന്റെയാണെന്ന് പറഞ്ഞ് അവകളെ ആരാധിപ്പിച്ചുകൊണ്ടും പല തെറ്റുകളും ചെയ്യുന്നു. മനുഷ്യരെക്കാൾ താഴുന്നതും ഒന്നിനും പറ്റാത്തവകളെ ആരാധിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ ശത്രുക്കളും കണ്ണിൽ കാണാത്ത നായപ്പന്നിയുടെ രൂപത്തിലുള്ള പിശാചുക്കളെ സേവിച്ച് ആരാധിക്കുന്നു. മാട്ടുമരണവും ചെയ്യുന്നു. സ്ത്രീ പുരുഷന്മാർ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകി വൃത്തിയാക്കാതെ നടക്കുന്നത് കാരണത്താൽ പലവിധമായ മാരകമായ രോഗങ്ങളും ഉണ്ടാകുന്നു. ഗുഹ്യ രോഗങ്ങളും ഉണ്ടാകുന്നു. സ്വന്തം മക്കളും കുടുംബങ്ങളും ഭക്ഷണം, വസ്ത്രങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മദ്യപിച്ച് കുടിച്ച് കൂത്താടി രസിക്കുന്നു. ബാങ്കിലിട്ട പണത്തിന്റെ പലിശ വാങ്ങി പാവങ്ങൾക്ക് കൊടുക്കാതെ പാവപ്പെട്ടവരെ പട്ടിണിക്കരയാക്കി പലിശ പണങ്ങൾ കൊണ്ട് പല നാട്ടിലുള്ള രാജാക്കന്മാരുടെ വിഗ്രഹ രൂപങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് അവകളെ ആരാധിപ്പിക്കാൻ സഹായിക്കുന്നു. അത്രക്കാർ പലിശ പണങ്ങൾ ഉപയോഗിച്ച് പാവപ്പെട്ട സത്യവിശ്വാസികളെ വിഗ്രഹ രൂപാരാധന ചെയ്യിപ്പിച്ച് സത്യനിഷേധികളാക്കുന്നു. വ്യഭിചാരം, ചൂതാട്ടം, മദ്യപിക്കലുകൾ നടത്തുകയും കൊള്ളയും കൊലയും ചെയ്ത പണം കൊണ്ടും മറ്റുള്ളവരുടെ സമ്പത്തിനെ ആക്രമിച്ച് പണങ്ങൾ കൊണ്ടും പള്ളി, മദ്രസകൾ ഉണ്ടാക്കുന്നു. നായപ്പന്നി ഇവകളെ വിറ്റ പണങ്ങൾ കൊണ്ടും ഉണ്ടാക്കുന്നു. മനുഷ്യർ സഹോദര സഹോദരി സ്നേഹം ഇല്ലാതെ ജീവിക്കുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്നില്ല. മാതാപിതാ സഹോദരി സ്നേഹം ഇല്ലാതെ മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ച ശക്തനായ അള്ളാഹുവിനെ നിഷേധിച്ചു തള്ളുന്നു. പിശാചുക്കളെയും മനുഷ്യരെയും അള്ളയാക്കി പറഞ്ഞ് ആരാധിക്കുന്നു. പിശാചുക്കളെയും മനുഷ്യരെയും അള്ളയാക്കി പറഞ്ഞ് ആരാധിക്കുന്നു. ആരാധിക്കാൻ വേണ്ടി ഇല്ലാത്ത പല തരം കളവുകളും കള്ളക്കഥകളും പറയുന്നു. പിശാചുക്കളെയും മനുഷ്യരെയും അള്ളയാക്കി പറഞ്ഞ് ആരാധിക്കുന്നു. യഥാർത്ഥ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. അള്ളാഹു മനുഷ്യരോട് ചെയ്യാൻ വേണ്ടി ഉപദേശിച്ച 100 ഉപദേശങ്ങൾ ചെയ്യുന്നില്ല. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഉപദേശങ്ങൾ ചെയ്തുകൊണ്ട് ഇതാണ് സത്യം എന്ന് പറയുന്നു. യഥാർത്ഥ ആദി മനുഷ്യരായ ആദം ഹവ്വയെ നിഷേധിച്ചുകൊണ്ടും അവരുടെ സന്തതികളായ പല മനുഷ്യരെയും ആദം ഹവ്വയാക്കി വിശ്വസിച്ചുകൊണ്ടും ആദി ദൂതന്മാരെ നിഷേധിച്ച് പല കൊള്ളക്കാരെയും കുലകാരെയും ദൂതന്മാരാക്കി പറയുന്നു. ആദി ദൂതന്മാരുടെ സത്യോപദേശങ്ങൾ നിഷേധിച്ച് കള്ളദൂതന്മാരുടെ കള്ളപ്രവർത്തനങ്ങൾ സത്യമാണെന്ന് പറയുന്നു, പ്രവർത്തിക്കുന്നു. മനുഷ്യർക്ക് ഗുണമുള്ളത് ചെയ്യുന്നില്ല, ദോഷമുള്ളത് ചെയ്യുന്നു. മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും പിശാചുക്കൾക്ക് വെട്ടിക്കൊടുക്കുന്നു, അറുക്കുന്നു. കശാപ്പുശാലകൾ നടത്തുന്നു, ചീത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ചീത്ത പറയുന്നു.
ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നു, കളവ് പറയുന്നു, കള്ളപ്രവൃത്തികൾ ചെയ്യുന്നു. അംഗവംഗങ്ങൾ മറക്കാതെ സ്ത്രീ പുരുഷന്മാർ നടക്കുന്നു. ശരും മാട്ടുമാരണവും ചതിയും വഞ്ചനയും ചെയ്യുന്നു. മദ്യം ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, ഉപയോഗിക്കുന്നു. നായപന്നികളെ വളർത്തുന്നു, നായപന്നികളുടെയും മാംസങ്ങൾ കഴിക്കുന്നു. കളവുകൾ പറഞ്ഞ് നായപന്നികളുടെയും മാംസവും മദ്യവും കൊടുത്ത് ചതിവഞ്ചന ചെയ്യുന്നു. സ്വന്തം സഹോദര സഹോദരങ്ങളെ ശരീരത്തിൽ പല രൂപങ്ങളും വരഞ്ഞും കെട്ടിയും നടക്കുന്നു. കല്ലുമോതിരങ്ങളും കല്ലുമാലകളും കല്ലുതാലികളും കുരിശ് ബുദ്ധി വിഗ്രഹ കല്ലുമോതിരങ്ങളും കല്ലുമാലകളും കല്ലുതാലികളും കയ്യിലും കഴുത്തിലും കെട്ടിയും നടക്കുന്നു. പല കല്ലുകളും നാട്ടി കല്ലിനെ വണങ്ങുന്നു, വരയും ചെയ്ത് ചുറ്റുന്നു, ആരാധിക്കുന്നു. കല്ലിന് വേണ്ടി മൃഗങ്ങളെ അറുക്കുന്നു. കല്ലിനെ ആരാധിക്കാൻ വേണ്ടി പലതരം കളവുകൾ പറഞ്ഞ് പ്രേരിപ്പിച്ച് ബലപ്പെടുത്തിയും ആരാധിപ്പിക്കുന്നു. സത്യം അറിയാതെ ഊഹാപോഹങ്ങൾ പറഞ്ഞ് സ്ത്രീ പുരുഷന്മാരുടെ മേൽ വ്യഭിചാര കുറ്റം ചുമത്തുന്നു. അള്ളാഹുവിനെയും മാതാപിതാക്കളെയും നിഷേധിച്ച് തള്ളി ചീത്ത പറയുന്നു. അള്ളാഹുവിനെ സ്തുതിച്ച് ആരാധിക്കുന്നവരെയും നിഷേധിച്ച് തള്ളി ചീത്ത പറയുന്നു. അവനവനിക്കുള്ള ശിക്ഷകൾ അവനവൻ തന്നെ ഉണ്ടാക്കുന്നു. അവനവന്റെ ശരീരത്തെ അവനവൻ തന്നെ നശിപ്പിക്കുന്നു. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ടും നീചപ്രവൃത്തികൾ കൊണ്ടും സ്വന്തം ശരീരത്തെ തർക്കുര ചെയ്തുകൊണ്ടും നശിപ്പിക്കുന്നു. സൃഷ്ടികർത്താവായ അല്ലാഹുവിനെ നിഷേധിച്ച് ധിക്കരിച്ചും പിശാചുക്കളെ ആരാധിച്ചും ഭൂമി ലോകത്തും പരലോകത്തുമുള്ള ശിക്ഷകൾ അവനവൻ തന്നെ ഉണ്ടാക്കുന്നു. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മുഖം കഴുകുന്നു, കൊടുക്കലും വാങ്ങലും നടത്തുന്നു. വലത് കൈകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കുന്നു, കാഷ്ടം വാരുന്നു, തേക്കുന്നു. ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് തുണിമുണ്ട് പോലത്തെ വസ്ത്രങ്ങൾ ഉടുക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് കിടന്നുറങ്ങുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നു, മറുവശങ്ങളിൽ നിന്ന് എടുത്ത് കഴിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് തിരിഞ്ഞു നിന്നും ഇരുന്നും മറയില്ലാതെ മലമൂത്ര വിസർജനം നടത്തുന്നു. അനാഥകളെയും വിധവകളെയും വികലാംഗരെയും അന്ധന്മാരെയും സഹായിക്കുന്നില്ല. അനാഥകളെയും വിധവകളെയും വികലാംഗരെയും അന്ധന്മാരെയും സഹായിക്കുന്നില്ല. ഇത്തരക്കാരെ ആക്രമിക്കുന്നു. അവരുടെ സമ്പത്തുകൾ പിടിച്ചടക്കുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്നില്ല. സമ്പത്തിനനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നില്ല. ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയും സമ്പത്തിനനുസരിച്ച് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയും അള്ളാഹുവിനെ സ്തുതിച്ച് സത്യവിശ്വാസികളായി ജീവിക്കാതിരിക്കാൻ വേണ്ടിയും പല കളവുകളും പറഞ്ഞ് സത്യനിഷേധികളായി ജീവിക്കുന്നു. പല മതരാഷ്ട്രീയ സംഘടനയുണ്ടാക്കി സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നു, ചീത്ത പറയുന്നു, ആക്രമിക്കുന്നു, പല ദോഷങ്ങളും ചെയ്യുന്നു. സത്യനിഷേധികളെ കൂട്ടിപ്പിടിച്ച് നടന്ന് പിശാചുക്കൾ പറയുന്ന കള്ളക്കഥകൾ കേട്ടുകൊണ്ടും കൈനോട്ടം, മാഷിനോട്ടം, വെറ്റിനോട്ടം, കണക്ക് നോക്കലും, രാശിവെക്കലും, പ്രശ്നം വെക്കലും, വെളിച്ചം തുള്ളലും, നട്ടം പറയലും, സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ നോക്കിയും പല തെറ്റുകളും ചെയ്യുന്നു. നമസ്കാരം, നോമ്പ് പോലത്തെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. അല്ലാഹുവിന് വേണ്ടി കളവുകൾ പറയുന്നു, കള്ളവച്ച കച്ചവടങ്ങൾ ചെയ്യുന്നു. സ്ത്രീധന ആഭരണ അലങ്കാര വസ്തുക്കളോടെയുള്ള വിവാഹങ്ങൾ നടത്തുന്നു. സത്യനിഷേധികളായി സ്ത്രീധന ആഭരണ അലങ്കാര വസ്തുക്കളോടെയുള്ള വിവാഹങ്ങൾ നടത്തുന്നത് കാരണത്താൽ ജീവിതക്കാരും മുഴുവനും മരണാനന്തര വരെയും ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു. സ്ത്രീ പുരുഷന്മാർ ആഭരണ അലങ്കാര വസ്തുക്കളോടെയുള്ള വിവാഹങ്ങൾ കഴിക്കാൻ പല കളവുകളും പറയുന്നു. കളവ് നടത്തുന്നു, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. കുടിവെള്ളം വഴി വെളിച്ചം എന്നിവ തടയുന്നു. വിശന്നു വലഞ്ഞു നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. ഉടുവസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നില്ല. നടക്കാൻ വഴി കൊടുക്കുന്നില്ല. കിടപ്പടം ഇല്ലാത്തവർക്ക് കിടപ്പടവും
സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ബലവാന്മാർ ബലഹീനന്മാരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ബലവാന്മാർ ബലഹീനന്മാരെ ആക്രമിച്ചുകൊണ്ട് ഭൂമികളെല്ലാം പിടിച്ചടക്കി ബലഹീനന്മാരെ ദരിദ്രരാക്കുന്നു. ഭൂമികളിൽ കൃഷി ചെയ്യുന്നില്ല. അത് കാരണത്താൽ ഭക്ഷണമില്ലാതെ ദരിദ്രരാക്കുന്നു. ആദിദൂതന്മാർ ശക്തികർത്താവായ അല്ലാഹുവും പറഞ്ഞതിന് എതിരായി മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കൾ പറയുന്നത് പോലെ പല ജാതി മതമുണ്ടാക്കി ആക്രമണങ്ങൾ ചെയ്യുന്നു. ജാതി മതത്തിന്റെ പേരിൽ സ്വന്തം സഹോദര സഹോദരികളെ കൊല ചെയ്യാൻ വേണ്ടി സർവത്ര ജാതി മത സംഘാടകരും നാട് മുഴുവൻ മാരകമായ ആയുധങ്ങളും വിഷാംശങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. മാരകമായ വിഷാംശങ്ങൾ ഭൂമി ലോകത്താകെ കാറ്റിൽ പരന്നു. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന കാറ്റിലും നിറഞ്ഞു. സർവത്ര മനുഷ്യരും രോഗികളാണ്. രോഗം ഇല്ലാത്തൊരു മനുഷ്യനും ഇല്ല. മനുഷ്യർ ജാതി മത വ്യക്തിവൈരാഗ്യങ്ങൾ കൊണ്ട് ഒരു ജാതിയിൽപ്പെട്ട സഹോദര സഹോദരി മറ്റൊരു ജാതിയിൽപ്പെട്ട സഹോദര സഹോദരിയെ മാട്ടുമാരണം ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ സേവിച്ച് പല മത ഗോപുരങ്ങളിൽ നിറച്ചു. മനുഷ്യരുടെ കഠിന ശത്രുക്കളായ പിശാചുക്കളും ഭൂമി ലോകത്താകെ നിറഞ്ഞു. മനുഷ്യർ പിശാചുക്കൾ പറയുന്നത് പോലെ ജാതി മത വ്യക്തിവൈരാഗ്യങ്ങൾ കൊണ്ട് ഒരു സ്വന്തം സഹോദര സഹോദരികളായ മനുഷ്യർ തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ കടിച്ചു തിന്നണം എന്ന ദേഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു. പിശാചുക്കൾ പറയുന്നത് പോലെ പ്രവർത്തിച്ച് മനുഷ്യരുടെ ദുഷ്ടപ്രവൃത്തി വൈരാഗ്യങ്ങൾ കൊണ്ട് ഞാൻ നശിച്ചാലും എന്റെ ശത്രുക്കളെ ആകെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ സർവത്ര ജാതി മതസ്ഥരും എത്തിക്കഴിഞ്ഞു. ഒരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കുന്ന മാരകമായ വിഷാംശങ്ങളും സ്ഫോടന വസ്തുക്കളും ലോകം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ഒരു സ്വിച്ച് ഇടിപ്പിച്ച് സർവത്ര മനുഷ്യരെയും നശിപ്പിക്കാൻ പിശാചുക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും എന്തും നടക്കാം. ആദി മനുഷ്യരും ആദി ദൂതന്മാരുമായ ആദം ഹവ്വ മനുഷ്യവംശങ്ങളോട് ഒരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിപ്പിക്കുന്ന മാരകമായ വിഷാംശങ്ങളും സ്ഫോടന വസ്തുക്കളും ലോകം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ഒരു സ്വിച്ചിടിയിച്ച് സർവത്ര മനുഷ്യരെയും നശിപ്പിക്കാൻ പിശാചുക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും എന്തും നടക്കാം. ആദി മനുഷ്യരും ആദി ദൂതന്മാരുമായ ആദം ഹവ്വ മനുഷ്യവംശങ്ങളോട് പറയുന്നു, മനുഷ്യരെ, ഞങ്ങളെ അല്ലാഹു സൃഷ്ടിച്ച് സുഖമായി ജീവിക്കുന്ന സമയം ഞങ്ങളോട് അല്ലാഹു പറഞ്ഞു, മറ്റുള്ള സൃഷ്ടികളെക്കാൾ കൂടുതൽ അന്തസ്സോടെ സൃഷ്ടിച്ച് സുഖസന്തോഷത്തോടെ സംരക്ഷിക്കുന്നതിന് പകരവും പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും എന്നെ അല്ലാ എന്ന മഹത്തായ തിരുവചനത്തിൽ സ്തുതിച്ച് വണങ്ങി നമസ്കരിക്കണം. രാവിലെ 6 മണിക്കും 9 മണിക്കും ഉച്ചക്ക് 12 മണിക്കും ഉച്ചതിരിഞ്ഞ് 3 മണിക്കും വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കും എന്നെ സ്തുതിച്ച് വണങ്ങി നമസ്കരിച്ചതിനും ശേഷമായിരിക്കണം ഈ സമയങ്ങളിലെല്ലാം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അല്ലാഹു പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. വന്നു പിശാചുക്കളുടെ സംസാരത്തിൽ കുടുങ്ങി നമസ്കാരം നിർത്തി. പല പ്രാവശ്യം ഞങ്ങളെ ഉപദേശിച്ചു സ്വീകരിച്ചില്ല. രണ്ടുപേരെയും പിടിച്ചു കാട്ടിലേക്ക് എറിയപ്പെട്ടു. പല ശിക്ഷകളും അനുഭവിച്ച് പശ്ചാത്താപിച്ചു 100 വർഷത്തിന് ശേഷം ഒരുമിച്ച് കൂട്ടി മക്കളും പേരമക്കളുമായി ജീവിച്ചു. മക്കൾക്കും പേരമക്കൾക്കും ഞങ്ങൾ ചെയ്ത നമസ്കാരങ്ങളും ചെയ്യേണ്ടത് 100 ചെയ്യാൻ പാടില്ലാത്ത 100 വിഷയങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങി സത്യവാന്മാരായി സഹോദര സഹോദരി സ്നേഹത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങൾ ഉപദേശിച്ചതുപോലെ മക്കളും പേരമക്കളുമായി നബിമാരും മഹർഷി ഔലിയാക്കളായും സൂഫിയാക്കളായും പല കോടാനക്കോടി വർഷം ഞങ്ങൾ ഉപദേശിച്ചതുപോലെ സത്യത്തിൽ ജീവിച്ചു വന്നു. പല ദുഷ്ട
മനുഷ്യരും ഞങ്ങളുടെ പേരമക്കളായി ദുഷ്ടപ്രവൃത്തികളിൽ ജനിച്ചു വളർന്നു. പല മതദൈവങ്ങളായും അഭിനയിച്ച് അവരെ ആരാധിപ്പിച്ച് സർവശക്തിയെ പൂജിച്ച് ചീത്ത പറയലും ഞങ്ങളുടെ സത്യോപദേശത്തെ നിഷേധിച്ച് പല തെറ്റുകുറ്റങ്ങളും ചെയ്യാൻ തുടങ്ങി. അല്ലാഹ് എന്ന പേര് മനുഷ്യരെ വിളിച്ച് മനുഷ്യരെ ആരാധിക്കലും മനുഷ്യരെ അള്ളയാക്കി പറഞ്ഞ് ചീത്ത വിളിക്കലും പിശാചുക്കളെ അള്ളയും നബിയുമാക്കി പറഞ്ഞ് പിന്ദ്വാരത്തിനെ ആരാധിപ്പിച്ച് അള്ളാഹുവിനെ ചീത്ത പറച്ചിലും മറ്റു അനീതികളും ലോകത്ത് നിറഞ്ഞു. അള്ളാഹു ഞങ്ങളെ വിളിച്ച് ചീത്ത പറയാൻ തുടങ്ങി. എന്നെ നിഷേധിച്ച് പുച്ഛിച്ച് ചീത്ത പറയുന്ന മനുഷ്യരെ എന്തിന് ഭൂമിയിൽ പ്രസവിച്ചു വളർത്തി എന്ന് ആദം ഹവ്വയായ ഞങ്ങളോടും 1,40,000 നബിദൂതന്മാരോടും മഹർഷി ഔലിയാക്കളോടും സൂഫിയാക്കളോടും മരണപ്പെട്ടു പോയ സർവത്ര മനുഷ്യവംശങ്ങളോടും സ്വർഗത്തിലും നരകത്തിലും കിടക്കുന്ന മനുഷ്യവംശങ്ങളോടും അള്ളാഹു ചോദിച്ചുകൊണ്ട് അതികഠിനമായി ഞങ്ങളെ എല്ലാവരെയും ശിക്ഷിക്കുന്നു. ഞങ്ങൾ എല്ലാവരും നിലവിളിച്ച് കരഞ്ഞ് അട്ടഹാസിക്കുന്നു. ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയവരെല്ലാവരും ആകാശ ലോകത്തെ അനുഭവിക്കുന്ന ശിക്ഷകളും ഭൂമിയിലുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ശിക്ഷകളും കണ്ട് മനസ്സിലാക്കി ഭൂമിയിലുള്ളവർ അനുഭവിക്കുന്ന ശിക്ഷകളിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യർ അനുഭവിക്കുന്ന ശിക്ഷകളും കണ്ട് മനസ്സിലാക്കി ഭൂമിയിലുള്ളവർ അനുഭവിക്കുന്ന ശിക്ഷകളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ആകാശലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയനെ കൊണ്ട് സത്യോപദേശം ചെയ്യിക്കാൻ അള്ളാഹുവിനോട് ആദം ഹവ്വ മുതൽ മരണപ്പെട്ടു പോയ സർവത്ര മനുഷ്യരും പറഞ്ഞു. അവരുടെ വാക്കുകൾ സ്വീകരിച്ച് സർവശക്തനായ അള്ളാഹു വലിയനോട് പറഞ്ഞു, വലിയ മനുഷ്യരുടെ ജാതി മത പ്രവർത്തനങ്ങളിലുള്ള അക്രമങ്ങൾ കാരണത്താൽ മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ ശാന്തിയും സമാധാനവും ഇല്ല. ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ആകാശത്ത് ജീവിക്കാൻ ശാന്തിയും സമാധാനവും ഇല്ല. നരകശിക്ഷകൾ അനുഭവിക്കുകയാണ്. ഭൂമിയിലുള്ളവർ പിശാചുക്കളായ ദൈവങ്ങളുടെയും മതപണ്ഡിതന്മാരുടെയും അക്രമശിക്ഷക്കരയായിക്കൊണ്ട് ശിക്ഷകൾ അനുഭവിക്കുകയാണ്. ഇവകളെല്ലാം നിന്നെ തപസ്സിരുത്തി പഠിപ്പിച്ചു. ആദം മുതൽക്ക് മരണപ്പെട്ടവരുടെ ആത്മാവുകൾ ശിക്ഷകൾ അനുഭവിച്ച് നിലവിളിച്ച് കരയുന്നു. അവർ നിന്നോട് അവരുടെ മക്കളും പേരമക്കളുമായ മനുഷ്യർക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി നിന്നോട് പറയുകയും ചെയ്തു. അവർ പറഞ്ഞതുപോലെയും ഞാൻ പറയുന്നത് പോലെയും നിന്റെ മനുഷ്യവംശങ്ങൾ നല്ലവരാവാൻ വേണ്ടി മനുഷ്യർക്ക് ഭൂമിയിലും ആകാശത്തും ശാന്തിയും സമാധാനത്തോടെയുള്ള സുഖജീവിതം ലഭിക്കുവാൻ വേണ്ടിയും മനുഷ്യവംശങ്ങൾക്ക് ഗുണമുള്ളതുമായ സത്യമായ അറിവുകളും ആരാധനകളും സത്യോപദേശം ചെയ്യണം. വരി അള്ളാഹുവിനോട് പറഞ്ഞു, പല മത പണ്ഡിതന്മാരെ കൊണ്ട് സത്യോപദേശം ചെയ്യിപ്പിക്കുക. അള്ളാഹു വരിയിനോട് പറഞ്ഞു, മതപണ്ഡിതന്മാർ ഭ്രാന്തന്മാരും വിഡ്ഢികളും ദുഷ്ടന്മാരുമാണ്. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഭ്രാന്തും വിഡ്ഢിത്തരവുമാണ്. ഭ്രാന്ത് പറയാനും പ്രവർത്തിക്കാനുമാണ്. ജാതി മത വ്യക്തിവൈരാഗ്യങ്ങൾ പറഞ്ഞും ഉണ്ടാക്കിയും ജാതി മതത്തിന്റെ പേരിൽ കൊള്ളയും കൊലയും സ്വന്തം സഹോദര സഹോദരികളെ ചെയ്താൽ പാപമോഷവും പുണ്യവും സ്വർഗവും ലഭിക്കുമെന്ന് പറഞ്ഞ് കൊള്ളയും കൊലയും ജയിപ്പിക്കുന്നു. ജാതി മതത്തിന്റെ പേരിൽ സത്യം പറഞ്ഞാൽ കൊള്ളയും കൊലയും ചെയ്താൽ പുണ്യവും പാപമോഷവും സ്വർഗവും ലഭിക്കുകയാണെങ്കിൽ മതപണ്ഡിതന്മാരെ കൊല ചെയ്താലാണ് ലഭിക്കുക. യഥാർത്ഥത്തിൽ മനുഷ്യർ സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കേണ്ടത് മനുഷ്യവംശങ്ങളെ പ്രകൃതിയിൽ ഈ പ്രപഞ്ച ശക്തൻ സൃഷ്ടിച്ച് അവന്റെ സുഖവാസ സ്ഥലമായ ഭൂമി ലോകത്ത് സുഖസന്തോഷത്തോടെ സംരക്ഷിക്കുന്നതിന് പകരം മനുഷ്യവംശങ്ങൾ നന്ദി പറഞ്ഞ് സർവശക്തനായ അല്ലാഹുവിനെയാണ് സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കേണ്ടത്. മനുഷ്യർ ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പല മത പണ്ഡിതന്മാരിൽപ്പെട്ട സ്വാമി പൂജാരികൾ ബുദ്ധി വിഗ്രഹ രൂപത്തിനെ ആരാധിപ്പിച്ചുകൊണ്ടും 100 തെറ്റായ പ്രവൃത്തികൾ പറഞ്ഞും പ്രവർത്തിച്ചും ചെയ്യിപ്പിക്കുന്നു. അച്ഛൻ പുരോഹിതന്മാർ തല്ലിക്കൊന്ന കുരിശ് രൂപത്തിനെ ആരാധിക്കാൻ പഠിപ്പിച്ചുകൊണ്ടും 100 തെറ്റായ പ്രവൃത്തികൾ പറഞ്ഞും പ്രവർത്തിച്ചും ചെയ്യിപ്പിക്കുന്നു. തങ്ങൾ മൗലവികൾ പിന്ദ്വാരത്തിനെയും മൺകുമ്പാരങ്ങളെയും
ആരാധിക്കാൻ പഠിപ്പിച്ചുകൊണ്ടും 100 തെറ്റായ പ്രവൃത്തികൾ പറഞ്ഞും പ്രവർത്തിച്ചും ചെയ്യിപ്പിക്കുന്നു. ഇവകളെല്ലാം ബുദ്ധി, വിഗ്രഹ, കുരിശ്, മൺകുമ്പാരം ഇവകൾക്കെല്ലാം തിരിയും വിളക്കും കത്തിക്കുന്നു. ഓരോ സംഘാടകരും അവരവരുടെ മതസംഘടനകൾ വളർത്താൻ വേണ്ടി 1000 കളവുകളും കള്ളക്കഥകളും പറഞ്ഞ് സർവശക്തിനെ പുച്ഛിച്ച് ചീത്ത പറയുന്നു, പറയാൻ പഠിപ്പിക്കുന്നു. എല്ലാ കഴിവുകളും ഉള്ള മനുഷ്യരെ കൊണ്ട് ഒരു കഴിവും ഇല്ലാത്തതും ഒന്നിനും പറ്റാത്ത രൂപത്തിനെ ആരാധിക്കാൻ പഠിപ്പിച്ച് ഭ്രാന്ത് സംസാര പ്രവർത്തനങ്ങൾ കൂടി ഭൂമിയിൽ അനീതി അനാചാരങ്ങൾ ഉണ്ടാക്കുന്നവരാണ് മതപണ്ഡിതന്മാർ. ഭ്രാന്ത് സംസാര പ്രവർത്തനങ്ങൾ കൂടി മനുഷ്യരെ വിഡ്ഢികളും മണ്ടന്മാരുമാക്കുന്ന ദുഷ്ടപരാക്രമികളാണ് പല മതപണ്ഡിതന്മാർ. മനുഷ്യവംശങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാത്തതും 100 ദോഷം ചെയ്യുന്നതും മരണശേഷം കാലാകാലം ശിക്ഷയ്ക്ക് ഇരയാക്കുന്നതുമായ ദുഷ്ടപ്രവൃത്തികളാണ് മനുഷ്യവംശങ്ങളെ ചൂഷണം ചെയ്തും ഭീഷണിപ്പെടുത്തിയും വഴിയും വെള്ളം വെളിച്ചവും മുടക്കിയും മറ്റും പലവിധമായ അക്രമങ്ങൾ കൂടി മായാമോഹിനി ഭൂതപ്പേ പിശാചുക്കളെ കൊണ്ട് മാറ്റുമാരണം ചെയ്തുകൊണ്ടും മനുഷ്യരെ പല വിധത്തിലും കഷ്ടപ്പെടുത്തി പല നഷ്ടകഷ്ടങ്ങൾക്കും മാരകമായ രോഗങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരയാക്കിക്കൊണ്ട് പല മതരൂപാരാധന ചെയ്യിപ്പിച്ച് സ്വന്തം സഹോദരങ്ങളെ ജാതി മതരാഷ്ട്രീയത്തിന് വേണ്ടി കൊള്ളയും കൊലയും ചെയ്യിപ്പിക്കുന്ന ദുഷ്ടന്മാരാണ് പരമത പണ്ഡിതന്മാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരും. ഇത്തരക്കാരുടെ ദൈവങ്ങളും ദൈവദൂതന്മാരും ദൈവപുത്രന്മാരും അതികഠിനമായ നരകശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാരെല്ലാം അവർക്കുള്ള ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിന്നോടാണ് നിലവിളിച്ച് കരഞ്ഞ് അട്ടഹാസിക്കുന്നത്. മരണപ്പെട്ടു പോയവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയും ഭൂമിയിലുള്ള മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളുടെയും മതപണ്ഡിതന്മാരുടെയും അക്രമശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയും സത്യോപദേശം ചെയ്യണം. ഇത്രയും മനുഷ്യവംശങ്ങൾ അവർക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി അവർക്ക് വിശ്വാസപ്പെട്ടതും സ്നേഹമുള്ളതുമായ നേതാവിനെ അവർ തിരഞ്ഞെടുത്ത് എന്നിലെ ഏൽപ്പിച്ചു. ഇത്തരക്കാരുടെ നേതാവും മഹതിമാമുമായ വരികിനെ കൊണ്ട് ഞാൻ സത്യോപദേശം ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ദുഷ്ട പണ്ഡിതന്മാർക്കും അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവർക്കും വരികിനെ ഞാൻ ശിക്ഷിച്ചത് സത്യം ഉപദേശം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. 9 വയസ്സിൽ ഖിളർ നബിയുമായി ബന്ധപ്പെടുത്തി ഔലിയാക്കി വളർത്തി പല ജാതി മത ദുഷ്ട മനുഷ്യരോടൊപ്പം എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചു. ഹിന്ദു, ബുദ്ധ, ജൂത, ക്രിസ്തു, മുസ്ലിം മതദൈവങ്ങളും വരികിനെ തപസ്സിരുത്തി അവരുടെ മതം വളർത്തുവാൻ വേണ്ടി വരികിനോട് ഉപദേശിച്ചു തീർമാനിച്ചു. ശേഷമാണ് വരികിനെ ഇത്തരം ജാതി മത രാഷ്ട്രീയ പ്രവർത്തകരോടൊപ്പവും മതപണ്ഡിതന്മാരോടും കൂടെയും താമസിപ്പിച്ചു. അവർ ചെയ്യുന്ന ജാതി മത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ മതപ്രവർത്തനങ്ങളുടെയും എല്ലാ നല്ലതിനെയും കെട്ടതിനെയും പഠിപ്പിച്ചു. ശേഷം ശരീഅത്ത് ഇസ്ലാം മതപ്രവർത്തനങ്ങൾ ശരീഅത്ത് ഇസ്ലാം മതം വളർത്താൻ വേണ്ടി പിശാചായ അള്ളയും നബിയും വരികിനെ 3 വർഷം നോമ്പും നമസ്കാരം, ആകാശയാത്ര, മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ട് 14 സ്ഥാനപ്പേരുകളോടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് അള്ളയും നബിയും മലക്കുകളും കൂടി വരികിനെ മഹതിമാമാക്കി മനുഷ്യർക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീർമാനിച്ചു. ശേഷം ജിൻ വർഗത്തിൽപ്പെട്ട അള്ളയും നബിയും ചെയ്തതിനേക്കാൾ 3 വർഷം നോമ്പ് നമസ്കാരം, ആകാശയാത്ര, മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ടും 14 സ്ഥാനങ്ങളോടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് അള്ളയും നബിയും മലക്കുകളും മറ്റും കൂടി വരികിനെ മഹതിമാമാക്കി മനുഷ്യർക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീർമാനിച്ചു. ശേഷം ജാൻ വർഗങ്ങളിൽപ്പെട്ട അള്ളയും നബിയും മുൻപ് ചെയ്തതിനേക്കാൾ കൂടുതൽ കഷ്ടങ്ങൾ
കഷ്ടങ്ങളോടെ 3 വർഷം നോമ്പ് നമസ്കാരം ആകാശയാത്ര മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ടും 14 സ്ഥാനങ്ങളോടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് അള്ളയും നബിയും മലക്കുകളും കൂടി വലിയനെ മഹദിമാമാക്കി മനുഷ്യർക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീർമാനിച്ചു. ശേഷം ആദം ഹവ്വയുടെ കഠിന ശത്രുവായ പിശാചായ അള്ളയും നബിയും മറ്റും ചേർന്ന് മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ കഷ്ടങ്ങളോടെ 3 വർഷം നോമ്പ് നമസ്കാരം ആകാശയാത്ര മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ട് 14 സ്ഥാനപ്പേരുകളോടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് അള്ളയും നബിയും മലക്കുകളും കൂടി വലിയനെ മഹദിമാമാക്കി മനുഷ്യർക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീർമാനിച്ചു. ശേഷം അബൂജാൻ ഹംസത്തി എന്ന് പറയുന്ന ആകാശഭദ്രകാളി ആകാശവീരൻ എന്ന് പേരുള്ളതും മക്കയിൽ പല കോടി മനുഷ്യരെയും മൃഗങ്ങളെയും വെട്ടി രക്തം കുടിച്ചു വളരുന്ന അള്ളയും നബിയും മറ്റും ചേർന്ന് മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ കഷ്ടങ്ങളോട് 3 വർഷം നോമ്പ് നമസ്കാരം ആകാശയാത്ര മറ്റു പല പ്രവർത്തനങ്ങൾ കൊണ്ട് 14 സ്ഥാനപ്പേരുടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് അള്ളയും നബിയും മലക്കുകളും കൂടി വലിയനെ മഹദിമാമാക്കി മനുഷ്യർക്ക് സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീർമാനിച്ചു. വലി സ്വീകരിച്ചില്ല. വലി അവരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുപോയി. വലിയനെ പല കഷ്ടനഷ്ടങ്ങളോടെ ശിക്ഷകളും നൽകി പല കാട്ടിലും മലയിലും പുഴയിലും കടലിലും വെള്ളത്തിലും കരയിലും വീട്ടിലും പള്ളികളിലും ലോഡ്ജുകളിലും മക്ബറകളിലും പല ഗുഹകളിലും പല പ്രാവശ്യം തപസ്സിരുത്തി നോമ്പ് നമസ്കാരങ്ങൾ കൊണ്ടും ആകാശയാത്രയിലും മെഹറാജിലും മറ്റും പല ശിക്ഷകളോടെ വലിയനെ മഹദിമാമാക്കി ശരീഅത്ത് ഇസ്ലാം സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീർമാനിച്ചു. 14 സ്ഥാനപ്പേരോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ് മഹദിമാമാക്കിയത്. വലിയനെ ഇത്തരക്കാർ സൗജന്യമായി ഒരു സ്ഥാനവും നൽകിയിട്ടില്ല. ഒരു സംഘാടകരും 1000 ദിവസത്തെ ദിക്റ്, നോമ്പ്, നമസ്കാര, പ്രാർത്ഥനാ പ്രവൃത്തികളുടെയും മറ്റുമുള്ള ശിക്ഷകളോടെയാണ് ഇത്രയും സ്ഥാനം നൽകിയിട്ടുള്ളത്. ഇത്രയും മതരാഷ്ട്രീയ സംഘാടകർക്കെല്ലാം വലിയ മഹദിമാമാണ്. അവരുടെ എല്ലാം മതങ്ങൾ വളർത്താനാണ് വലിയനെ മഹദിമാമാക്കിയിട്ടുള്ളത്. പ്രത്യേകമായും മക്കയിലെ അള്ളയും നബിയും അവരുടെ ശരീഅത്ത് ഇസ്ലാം നിയമത്തിൽ മക്കക്കാരുടെ ബുദ്ധഗോപുരത്തിനെ ആരാധിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മക്കക്കാരുടെ നബി യഹ്യ ഗുഹയിൽ 40 ദിവസത്തെ തപസ്സും 1 ദിവസത്തെ ആകാശയാത്രയും വലിയനെ ഇത്രയും തപസ്സുകളും ആകാശയാത്രകളും ചെയ്യിപ്പിച്ചുകൊണ്ട് മഹദിമാമാക്കിയിട്ടുള്ളത്. ശേഷമാണ് വലിയനെ ഇത്രയും മതപ്രവർത്തനങ്ങൾ ചെയ്യിക്കാനയക്കാതെ ജിബ്രീൽ എന്ന മലക്കിനെ കൊണ്ട് വലിയനോട് യഥാർത്ഥ ഇസ്ലാം സത്യോപദേശം ചെയ്യാൻ പറയിപ്പിച്ചു. ഒരു സ്വീകരിക്കാതെ ദേഷ്യപ്പെട്ട് വലിയനെ കഠിനമായി ശിക്ഷിച്ചു. നോമ്പ് നമസ്കാരങ്ങൾ കൊണ്ട് തപസ്സിരുത്തി 30 വർഷം ചെയ്ത ജാതി മത പ്രവർത്തനങ്ങളും ശരീഅത്ത് ഇസ്ലാം പ്രവൃത്തിയിൽ കൂടിയും മുമ്പ് ചെയ്ത മതപ്രവർത്തനങ്ങളുടെ ദോഷങ്ങളെ മുഴുവൻ പരിശോധിപ്പിച്ചു. ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് തെളിവുകളോടെ പഠിപ്പിച്ചു. ശേഷം സത്യം പഠിപ്പിച്ചു. സത്യം ഉപദേശം ചെയ്യാൻ പറഞ്ഞു. സ്വീകരിച്ചില്ല. വീണ്ടും വലിയനെ 1000 ദിവസം മുമ്പ് ചെയ്തതുപോലെ പല ശിക്ഷകളോടെ അള്ളാഹു തഫ്സീരിത്തി കഠിനമായി ശിക്ഷിച്ചു. ശേഷം സത്യോപദേശം ചെയ്യാൻ പറഞ്ഞു. വലി സ്വീകരിച്ചില്ല. ശേഷം 1000 ദിവസം മുമ്പ് ചെയ്തതുപോലെ കഠിനമായ ശിക്ഷകളോടെ തഫ്സീരിത്തി കൂട്ടുകാരിലും കുടുംബങ്ങളിലും വഷളാക്കിയും മുതൽ നഷ്ടത്തിലും വഷളാക്കിയും കളിയാക്കിയും എല്ലാവരും കണ്ട് അറച്ചു വെറുത്ത് ചീത്ത പറഞ്ഞ് ആറ്റി ഓടിപ്പിക്കുന്ന പട്ടികളെ പോലെ ആക്കി തപസ്സിരുത്തിയും പഠിപ്പിച്ചു. മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ ശിക്ഷകളോടെ 1000 ദിവസം ചെയ്തതുപോലെ 1000 ദിവസം ചെയ്തതുപോലെ പല ശിക്ഷകളോടെ വീണ്ടും തപസ്സിരുത്തി പഠിപ്പിച്ചു. സത്യോപദേശം ചെയ്യാൻ പറഞ്ഞു. ശിക്ഷിച്ചു. 1000 ദിവസം വലി സ്വീകരിച്ചില്ല. വലിയനെ ശിക്ഷിച്ചുകൊണ്ട് ഹഖീഖത്ത് ഇസ്ലാമിന്റെ നേതാവായ മഹദി ഇമാമിനെ കൊണ്ട് യഥാർത്ഥ മഹർഷി ഔലിയാക്കൾക്കും കളവുകൾ പറഞ്ഞ് കള്ളപ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹർഷി ഔലിയാക്കൾക്കും നല്ലതും കെട്ടതുമായ മതപണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും മഹദി ഇമാമും നേതാവുമാണ്. ഹിന്ദു, ബുദ്ധ, ജൂത, ക്രിസ്തു, മുസ്ലിം
മതനിയമങ്ങളും പ്രവർത്തനങ്ങളും സത്യം പറയണം, കളവ് പറയരുത്, ചതിക്കരുത്, പാപദോഷങ്ങൾ ചെയ്യാൻ പാടില്ല എന്നടങ്ങിയ നല്ല ഉപദേശങ്ങൾ സർവത്ര മതരാഷ്ട്രീയ സംഘാടകരും പറയുന്നു. അവരുടെ ഗ്രന്ഥങ്ങളും സർവത്ര മതപണ്ഡിതരും മതപ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾ സത്യത്തിനെതിരാണ്. ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളും ക്രിസ്തു പുരാണ ഗ്രന്ഥങ്ങളും മുസ്ലിം പുരാണ ഗ്രന്ഥങ്ങളും ഖുർആനും കിതാബുകളും ശരീഅത്ത് നിയമങ്ങളും ഹിന്ദു ബുദ്ധ ജൂത ക്രിസ്തു മുസ്ലിമീങ്ങളുടെ നല്ലതും കെട്ടതുമായ നിയമങ്ങളും നല്ലത് ചെയ്തവരെ രക്ഷിക്കേണ്ട നിയമങ്ങളും മക്കക്കാരുടെ ശരീഅത്ത് ഇസ്ലാം മുസ്ലിം നിയമങ്ങളും പറഞ്ഞുകൊണ്ട് വേണം മതം വളർത്താൻ. ശരീഅത്ത് നിയമം നടപ്പാക്കുന്ന നിയമങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട മതനേതാവായ മഹദി ഇമാമാണ് വരി. ഇസ്ലാം നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള ശിക്ഷകളും വരി തന്നെ പറഞ്ഞു കൊടുക്കണം. ശരീഅത്ത് ഇസ്ലാം നിയമത്തിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്താലുള്ള ശിക്ഷകൾ എന്തൊക്കെയാണ്? കളവ് പറയുന്നവരെ ഏതെല്ലാം വിധത്തിൽ ശിക്ഷിക്കണം? വഞ്ചിക്കുന്നവരെ ഏതെല്ലാം വിധത്തിൽ ശിക്ഷിക്കണം? വഴിവെള്ളം വെളിച്ചം വിവാഹം മുടക്കുന്നവരെ ഏതെല്ലാം വിധത്തിൽ ശിക്ഷിക്കണം? മദ്യവും മയക്കുമരുന്നുകളും ചൂതാട്ട വ്യഭിചാരം നടത്തുന്നവരെ ഏതെല്ലാം വിധത്തിൽ ശിക്ഷിക്കണം? കളവും കൊള്ളയും കൊലയും മാട്ടുമാരണവും ഷഹറും മാട്ടുമാരണവും ചെയ്യുന്നവരെ ഏതെല്ലാം വിധത്തിൽ ശിക്ഷിക്കണം? കളവ് പറയുന്നവരെ ഏതെല്ലാം വിധത്തിൽ ശിക്ഷിക്കണം? 100 തെറ്റുകൾ ചെയ്യുന്നവരെ ഏതെല്ലാം വിധത്തിൽ ശിക്ഷിക്കണം? 100 തെറ്റുകൾ ചെയ്യുന്നവരെ ഏത് വിധത്തിലെല്ലാം ശിക്ഷിക്കണം എന്നുള്ള നിയമങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടാണ് തങ്ങളും മൗലവികളും ഖുർആനും കിതാബുകളും മറ്റും പഠിപ്പിക്കുന്നതും ബയാൻ ചെയ്യുന്നതും. മൗലവികൾ പറയുന്നു, ഷഹറും മാട്ടുമാരണവും മസ്മായിസവും ചെയ്ത് പഠിപ്പിച്ച ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കുകളെ കാൽമേപ്പോട്ടും തലകീപ്പോട്ടുമാക്കി നല്ല എരിവുള്ള മുളകൾ മുഖത്തും ശരീരത്തിലും പുകച്ച് ശിക്ഷിക്കുന്നു. വ്യഭിചാരികളെ 100 അടിയും 100 കല്ലേറും മറ്റും കൊടുത്ത് ശിക്ഷിക്കുന്നു. കറ്റവന്റെ കൈമുറിക്കുന്നു. കളവ് പറഞ്ഞവന്റെ ചിരിയും ചുണ്ടും എരിയുന്നു. നാവ് മുറിക്കുന്നു. കൊല ചെയ്തവനെ കൊല ചെയ്യുന്നു. ഇതുപോലെ 100 ശിക്ഷകളും പറയുന്നു. ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷയാണ് പുരുഷന്മാർ തമ്മിൽ ഇണ ചേർന്നാൽ എന്ന് പറഞ്ഞ് ലൂത്ത് നബിയുടെ കാലത്ത് സ്ത്രീകളെ വിവാഹം കഴിക്കാതെ പുരുഷന്മാർ ഇണ ചേർന്ന് ജീവിക്കുന്ന ഗ്രാമമായ നാടിനെ തല കീഴ്പോട്ടാക്കി ഭൂമിയെ മറിച്ചു എന്നും അള്ളാഹുവിനെ നിസ്സാരമാക്കി നിഷേധിച്ച് പല രൂപാന്തരം ചെയ്യുന്നവരെ കഠിനമായി ശിക്ഷിക്കുമെന്നും പറ്റും അടങ്ങിയ 100 ശിക്ഷകളെ വിവരിച്ച് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത 100 തെറ്റുകളും ഇസ്ലാം മുസ്ലിമിന്റെ പേരിലും അള്ളാഹ് നബിയുടെ പേരിലും വേഷത്തിലും ചെയ്യാൻ വേണ്ടി മക്കയിലെ കൊള്ളക്കാരായ രാജാക്കളെ അള്ളയും നബിയുമാക്കി പറഞ്ഞ് ബുദ്ധ ഗോപുരത്തിനെ കാബയാക്കി പറഞ്ഞു ആരാധിപ്പിച്ചുകൊണ്ട് ഇസ്ലാം മുസ്ലിമിന്റെ പേരിൽ 100 തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നവരാണ് തങ്ങൾ മൗലവികൾ. കൊള്ളക്കാരനായ മുഹമ്മദിനെ അള്ള നബിയാക്കി എന്ന് കളവ് പറയുന്നു. ഇതേ തങ്ങൾ മൗലവികൾ തന്നെയാണ് മതം മാറി അച്ഛൻ പുരോഹിതനായി കുരിശു രൂപാരാധനകൾ ചെയ്യിപ്പിച്ചുകൊണ്ട് 100 തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത്. കുരിശു രൂപത്തിൽ യേശു ദൈവപുത്രൻ മറിയയിൽ കൂടി ജനിച്ചതാണെന്നും കളവ് പറയുന്നു. ഇതേ തങ്ങൾ മൗലവികൾ തന്നെയാണ് മതം മാറി സ്വാമി പൂജാരികളായി ബുദ്ധി വിഗ്രഹാരാധന ചെയ്യിപ്പിച്ചുകൊണ്ട് 100 തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത്. ബുദ്ധി വിഗ്രഹ രൂപത്തിൽ ജന്മമെടുത്തു എന്ന് കളവ് പറയുന്നു. ഇത്രയും മതപണ്ഡിതന്മാരും അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന മതസംഘാടകരും 100 വിധം കഠിന ശിക്ഷയ്ക്ക് 100 നിർബന്ധിതരാണ് എന്നുള്ള സത്യം വരികിനെ തപസ്സിരുത്തിയും ചുറ്റി നടന്നും പഠിപ്പിച്ചു. അജ്മീറിൽ 10 വർഷം തപസ്സിരുത്തി നോമ്പ് നമസ്കാരം ദിക്റുകൾ കൂടിയും മറ്റുമുള്ള ശിക്ഷകൾ കൂടിയും ശേഷം ആദം ഹവ്വയെ സൃഷ്ടിച്ച സ്ഥലത്ത് വെച്ച് 10 വർഷം തപസ് നോമ്പ് നമസ്കാര ദിക്റുകൾ
വാക്കുകൾ കൂടിയും മറ്റുമുള്ള ശിക്ഷകളിലും സത്യം പഠിപ്പിച്ചു. 30 വർഷം പല ജാതി മത പ്രവർത്തനങ്ങളോടെയുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളും നിറഞ്ഞ ശിക്ഷകളോടെയും മഹർഷി ഔലിയാക്കളുടെ ശരീഅത്ത് ഔലിയ മഹദിമാമാക്കി ശേഷം 30 വർഷം ചെയ്ത സർവത്ര മതപ്രവർത്തനങ്ങളെയും പരിശോധിപ്പിച്ചു. 100% തെറ്റാണെന്ന് ഉറപ്പുവരുത്തി. ചെയ്ത തെറ്റുകൾക്ക് 30 വർഷം കഠിനമായ ശിക്ഷകൾ നൽകി ശേഷം 200 വീതം നമസ്കാര പ്രാർത്ഥന പ്രവൃത്തികൾ കൊണ്ട് പശ്ചാത്താപിച്ചു മടങ്ങി പരിശുദ്ധവാനാക്കി 200 വീതം നമസ്കാരങ്ങൾ ചെയ്ത് പഠിപ്പിച്ച് സർവത്ര മനുഷ്യരെയും സത്യവിശ്വാസികളായി സർവശക്തിനെയും മാത്രം സ്തുതിച്ചു വണങ്ങി നമസ്കരിച്ച് ശാന്തിയും സമാധാനത്തോടെ സഹോദര സഹോദരി സ്നേഹത്തിൽ ജീവിക്കാൻ സത്യം ഉപദേശം ചെയ്യാൻ വലിയനെ തീർമാനിക്കുകയും ചെയ്തു. ഇത്രയും ശിക്ഷകൾ നൽകാൻ കാരണം വലിയ സർവത്ര മതപണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും മറ്റും മനുഷ്യർക്കെല്ലാം നേതാവും മഹദിമാമുമായ നേതാവാണ് ചെയ്യുന്ന തെറ്റുകൾ ചെറുതായാലും വലുതായാലും കഠിനമായ ശിക്ഷയുണ്ടെന്ന് ആദ്യമായി നേതാവായ മഹദിമാം അനുഭവത്തിൽ പഠിക്കണം. ശേഷമാണ് മനുഷ്യവംശങ്ങൾക്ക് ശിക്ഷകളെ വിധിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. മക്കക്കാരുടെയും തങ്ങൾ മൗലവികളുടെയും അള്ളാഹ് നബിയുടെയും മറ്റും മതദൈവങ്ങളുടെയും ദൈവദൂതന്മാരുടെയും ദൈവപുത്രന്മാരുടെയും യഥാർത്ഥ അള്ളാഹ് നബിയുടെയും നല്ലതും കെട്ടതുമായ എല്ലാ അറിവുകളും ആരാധനകളും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വേണം സത്യോപദേശം ചെയ്യാൻ. യഥാർത്ഥ മുഹമ്മദ് നബിയുടെയും 1000 കളവുകൾ പറഞ്ഞ് ഇസ്ലാം നിരോധിച്ചതും മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്തതും പഠിപ്പിക്കുന്ന മുഹമ്മദ് നബിയുടെയും അള്ളകളും മലക്കുകളും മറ്റു വലിയ സത്യോപദേശം ചെയ്യാൻ വേണ്ടി തീർമാനിച്ചതാണ്. ശരിയത്തും ഹക്കീക്കത്തും വലിയ സത്യോപദേശം ചെയ്യണം. സർവത്ര മതപണ്ഡിതന്മാരും മതപ്രവർത്തകരും 100 വീതം കഠിന ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് വലിയനോട് തെളിവുകളോടെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി ഭൂമി ലോകത്ത് പലവിധമായ കഠിന ശിക്ഷകളും ഇറക്കി വിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ പല കോടി പാവപ്പെട്ട പല ഇനം ശിക്ഷകളും എന്നെ സ്തുതിച്ചു വണങ്ങി നല്ലവരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവികളും മനുഷ്യരെ ശിക്ഷിക്കാൻ വേണ്ടി ഇറക്കുന്ന ശിക്ഷകളിൽപ്പെടും. അവകളും ശിക്ഷകൾ അനുഭവിച്ച് നശിക്കേണ്ടി വരും എന്ന ഉദ്ദേശത്തോടെ പാവപ്പെട്ടവരെ ശിക്ഷിക്കാതെ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരെ മാത്രം ശിക്ഷിക്കാൻ വേണ്ടിയാണ് പ്രത്യേകമായും ആകാശലോകത്ത് മനുഷ്യരെ ശിക്ഷിക്കാൻ വേണ്ടി 7 വിധമായ കഠിനമായ ശിക്ഷകളിൽ കൂടിയ നരകങ്ങളെ സൃഷ്ടിച്ചതും ഇത്രയും നരകങ്ങളിൽ വലിയനെയും കിടത്തി ശിക്ഷിച്ചതും മനുഷ്യവംശങ്ങൾ സത്യം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതും ചെയ്തതുമായ ചെറുതും വലുതുമായ തെറ്റുകൾക്ക് പശ്ചാത്താപിച്ച് മടങ്ങി നല്ലവരായി ജീവിക്കാനുള്ള സമയം കൂടിയാണ്. മനുഷ്യവംശങ്ങൾക്ക് ഭൂമി ലോകത്തെ മരണം വരെ മനുഷ്യവംശങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷകൾ നൽകാതെ സംരക്ഷിക്കുന്നതും മരണശേഷം കാലാകാലം നരക ശിക്ഷകൾ നൽകുന്നതും ഈ സത്യം വലിയനെ അറിയുകയുള്ളൂ. വലിയ സത്യോപദേശം ചെയ്യണം. മതപണ്ഡിതന്മാരുടെയും ഭരണകർത്താക്കളുടെയും പിശാചുക്കളുടെയും അക്രമ ശിക്ഷകളെയും ചീത്ത സംസാരങ്ങളെയും മാട്ടുമാരണങ്ങളെയും ഭയന്നുകൊണ്ട് സത്യോപദേശം ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. വലിയല്ലാതെ സത്യോപദേശം ചെയ്യാൻ ഒരു മനുഷ്യരും ഭൂമി ലോകത്തില്ല. ആകാശത്തെ ലോകത്ത് നിന്ന് മറ്റും മനുഷ്യരും സത്യോപദേശം ചെയ്യാൻ വരാനുമില്ല. വലിയ സത്യോപദേശം ചെയ്തില്ലെങ്കിൽ ഇന്ന് ലോകത്തുള്ള മനുഷ്യരും വരാൻ പോകുന്ന മനുഷ്യരും കാലാകാലം കഠിനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. നരകത്തിൽ കിടന്ന് നിലവിളിച്ച് കരയുന്നവരും കാലാകാലം
കാലം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. സർവത്ര മനുഷ്യരെയും സർവത്ര ശിക്ഷകളിൽ നിന്ന് രക്ഷക്കാൻ വേണ്ടി വരി സത്യോപദേശം ചെയ്യണം. ആദം മുതൽക്കുള്ള സർവത്ര പ്രവാചകന്മാരായ നബികളും ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യുകയും ചെയ്തുകൊണ്ട് സർവത്ര അനീതി അനാചാക്രമങ്ങൾ കൂടിയാണ് സർവത്ര മതങ്ങളും വളർത്തുന്നത്. പ്രത്യേകമായും തങ്ങൾ മൗര്യകൾ ഇസ്ലാം മുസ്ലിങ്ങളുടെ പേരുകൾ പറഞ്ഞ് ഇസ്ലാം നിരോധിച്ചതും മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യിപ്പിക്കുന്നു.